ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, എന്റെ മനസ്സിൽ ഈമാനുണ്ടോ എന്ന് എങ്ങനെയാണ് ഞാൻ അറിയുക? എന്റെ മനസ്സിൽ ഈമാനുണ്ടോ എന്ന് എങ്ങനെ അറിയാം? അളന്നു നോക്കാൻ വല്ല മാപിനികളുണ്ടോ? എങ്ങനെ അറിയും എന്റെ മനസ്സിലെ ഈമാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്ത മറുപടി, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നിന്റെ മനസ്സ് സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ, ഒരു നന്മ ചെയ്യുവാൻ അവസരം കിട്ടുമ്പോൾ അത് നിന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്നു എങ്കിൽ, ജമായത്ത് കഴിഞ്ഞു എന്ന് കരുതി ഓടി വന്ന പള്ളിക്ക് വന്നപ്പോ ജമായത്ത് നടക്കുന്നുള്ളൂ, അൽഹംദുലില്ലാ വേഗം ഒന്നുകൊടുത്ത് ആ ജമായത്ത് കൂടിയപ്പോ വല്ലാത്ത ഒരു ആശ്വാസം. ഒരു മനുഷ്യനെ സഹായിക്കണം, അയാളെ സഹായിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അയാളെ സഹായിക്കുവാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ ഒരാശ്വാസം, ഒരു സന്തോഷം. ഇത് നിനക്കുണ്ടാകുന്നുണ്ടോ? അതോടൊപ്പം അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കപ്പെടുമ്പോൾ, തെറ്റുകൾ സംഭവിക്കുമ്പോൾ നിന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ടോ? നിന്റെ മനസ്സിൽ വേദന ഉണ്ടാകുന്നുണ്ടോ? നിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ മനസ്സിൽ ഈമാനുണ്ട് എന്നർത്ഥം. എങ്ങനെ? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സ് സന്തോഷിക്കുകയും തെറ്റായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ മനസ്സിൽ ഈമാനുണ്ട് എന്നാണ്. പ്രിയപ്പെട്ട സഹോദര, നമ്മുടെയൊക്കെ മനസ്സിൽ ഈമാനുണ്ട്. ആ ഈമാനാണ് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. പക്ഷേ ഭൗതികമായ സാഹചര്യങ്ങളും ഭൗതികതയോടുള്ള വല്ലാത്ത പ്രണയവും ഒരു ചാരക്കൂമ്പാരം പോലെ നമ്മുടെ ഈമാനിന്റെ കനലിനു മീതെ അതൊരു കൂമ്പാരമായി കുന്നുകൂടിയിരിക്കുന്നു. നമ്മുടെ ഈമാനിന്റെ കനലിന് കത്താൻ കഴിയുന്നില്ല. ആ ചാരക്കൂമ്പാരത്തെ ഒഴിവാക്കി നമ്മുടെ ഈമാനിന്റെ കനലിനെ ഊതി ഊതി കത്തിച്ചെടുക്കണം. അതാണ് ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം.